ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോഴിക്കോട് വല്യങ്ങാടിയിലുള്ള ആലിക്കാൻ്റെ പിസ്തക്കടയിലേക്കാണ് വന്നത്. 20 രൂപക്ക് ജ്യൂസുകൾ കൊടുക്കുന്ന ആലിക്കാൻ്റെ പിസ്തക്കട. എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട് സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 10-75 വർഷം പോലെ. 75 വർഷം. അന്ന് ഇതേ സ്ഥലത്തായിരുന്നു? അന്ന് സ്ഥലം ഡ്രോപ്പൊക്കെ തന്നെ. പക്ഷേ ഈ വെറൈറ്റി സാധനം അന്നില്ലായിരുന്നു. ഈ വെറൈറ്റി തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. 3 വർഷമായിട്ടുള്ളൂ. ആലിക്കയും മോനും കൂടിയാണ് ഈ കട നടത്തുന്നത്. വെറും 20 രൂപക്കാണ് ഇവിടെ ജ്യൂസുകൾ കൊടുക്കുന്നത്. പപ്പായയും പിസ്തയും ഹോർലിക്സും ആണ് ഇവിടെ കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, പിസ്ത, ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു സാധനം. 20 രൂപക്കാണ് ഈ പിസ്ത കൊടുക്കുന്നത്. അതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിക്ക് പിസ്ത, അതേപോലെ ഹോർലിക്സ്. ഞാനത് ചെയ്തിരുന്നു, പക്ഷെ അതിനെക്കാട്ടും കൂടുതലായിട്ട് പോകുന്നത് ഇതാണ്. മൊത്തം നിർത്തിയിട്ട് പിന്നെ ഇത് ചെയ്തു. പപ്പായ ജ്യൂസും പിസ്തയും പിന്നെ ഇടയ്ക്ക് മാംഗോ ഉണ്ടാവും. രാത്രി തിരക്കില്ലാത്ത സമയത്താണ് അടിക്കുക. നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് ഇല്ല, 9:45-10 മണി വരെ ആ സമയത്ത് സാധനം സ്റ്റോപ്പ് ചെയ്യും. എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട് സ്ഥാപനം തുടങ്ങിയിട്ട് ഒരു 10-75 വർഷം പോലെ. 75 വർഷം. അന്ന് ഇതേ സ്ഥലത്തായിരുന്നു? അന്ന് സ്ഥലം ഡ്രോപ്പൊക്കെ തന്നെ. പക്ഷേ ഈ വെറൈറ്റി സാധനം അന്നില്ലായിരുന്നു. ഈ വെറൈറ്റി തുടങ്ങിയിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. 3 വർഷമായിട്ടുള്ളൂ. അന്ന് എന്തായിരുന്നു? നമ്മൾ അവിൽ മിൽക്ക്, മറ്റേ മോര്, സർബത്ത്, പിന്നെ മുൻകാലങ്ങളിൽ പല സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ 3 ഐറ്റം സാധനമുള്ളൂ. ഇന്നിപ്പോൾ 3 അല്ല. അതിൻ്റെ ഇടയ്ക്ക് മാങ്ങ ഉണ്ടാവും, ചില സമയത്ത് കക്കി ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ അടിച്ചു കൊടുക്കാനുള്ള സമയം കിട്ടുക, അതിൻ്റെ പേര് ചുരുക്കിയതാണ്. 2-3 ഐറ്റം ആക്കിയതാണ്. അപ്പോൾ പപ്പായ, പിസ്ത, ഹോർലിക്സ് മെയിനായിട്ട് ഇവിടെ പോകുന്നതാണ്. കൂടുതൽ എടുക്കുന്നവർക്ക് മാങ്ങ കിട്ടുമ്പോൾ മാങ്ങ എടുക്കും. ചില സമയത്ത് പൈനാപ്പിൾ ആയിട്ട് പോകുന്നുണ്ട്. ഞായറാഴ്ച ലീവാണ് അല്ലേ? ഞായറാഴ്ച ലീവാണ്. ഞായറാഴ്ചയും എടുത്താൽ ശരിയാവില്ല, കാരണം നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും. പിന്നെ എല്ലാ ദിവസവും ജോലി ആയാലും നടക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ലീവ് ആക്കുന്നതാണ്. മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്വാളിറ്റിയാണ്. 20 രൂപ കൊടുക്കുകയാണെങ്കിൽ സാധനം നല്ല വെറുതാണത്. കൊടുത്തിട്ട് അങ്ങനെ മുതലാണെന്ന് ആലോചിക്കണേ. അത് സാധനം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് കുറവാണ്. എന്നാലും അതൊരു ഇതാണല്ലോ. 20 രൂപ കൊടുക്കും. സാധനം നല്ലൊരു ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് വരുമ്പോൾ ആലിക്കാൻ്റെ ജ്യൂസ് കടയിലേക്ക് വരാൻ മറക്കരുത്. മസ്റ്റ് ട്രൈ സ്പോട്ടാണേ.